ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ CPM-ന്റെ നമുക്കറിയുന്ന CPM-ന്റെ പ്രഖ്യാപിത രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മത തീവ്രവാദങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. ഹിന്ദുത്വ പുനരുത്ഥാനവാദത്തെ അവർ ശക്തമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ എതിർത്തുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ പിണറായി വിജയൻ, ലീഗലി ഫൈറ്റ് ചെയ്തില്ലേ സുപ്രീം കോടതിയിൽ. അപ്പോൾ അവരുടെ രാഷ്ട്രീയം ഒരിക്കലും അവർ മാത്രമല്ല, എപ്പോഴൊക്കെ ദേശീയ തലത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ BJP അകറ്റി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുൻകൈ എടുത്തിട്ടുള്ളവരാണ്, പിന്തുണച്ചിട്ടുള്ളവരാണ്. അവർ വളരെ രഹസ്യമായി കേരളത്തിലൊരു ബാന്ധവത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് ആളുകൾക്ക് വിശ്വാസത്തിലെടുക്കാനൊരു പ്രയാസമുണ്ടാകില്ലേ? തിരിച്ച് മറുചോദ്യം ഉണ്ട് എൻ്റെ ഉണ്ണി. ഞാൻ പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ RSSൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടില്ല RSSൻ്റെ വോട്ട് വേണ്ടെന്ന്. ചില സ്ഥലത്ത് അത് വേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചില സ്ഥലത്ത് RSSുമായി ചേർന്ന് തിരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് രാഷ്ട്രീയമാണ്? അതിനാണ് അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിന് അടവ് നയമെന്ന് ചിലപ്പോൾ പേരിടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സമയത്ത് പറഞ്ഞു PDPയുടെ നേതാവ് അബ്ദുൽ നാസർ മദനിയെ CBIക്ക് പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടു, എഴുതി വെച്ചു. അതേ മദനിയെ കാത്ത് മറ്റേ പിണറായി വിജയൻ ശംഖുമുഖം ബീച്ചിൽ കാത്തിരുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം മദനിയുടെ പിന്തുണയുണ്ട്, അപ്പോൾ അതിനെ സ്വീകരിച്ചു. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല, അതാണ് തെറ്റിദ്ധാരണ. അല്ല, പക്ഷേ ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ ഇപ്പം മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു പ്രധാനപ്പെട്ട ശത്രുവായിരുന്നത്. എന്നാൽ ഇക്കാലത്ത് അതല്ല. ഇക്കാലത്ത് മതതീവ്രവാദം ഒരു ആശയ അടിത്തറയായി സ്വീകരിക്കുന്നൊരു പ്രസ്ഥാനം രാജ്യത്തെ വൈകാരികമായി ജനങ്ങളെ ഒന്നിപ്പിച്ചിട്ട് വിഭാഗീയ രാഷ്ട്രീയം കൊണ്ടുവരുമ്പം സ്വാഭാവികമായും കുറച്ചുകൂടി ഭേദം കോൺഗ്രസ് ആണ് എന്ന് കണ്ടെത്തുകയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ CPM-നും കോൺഗ്രസിനും ഐക്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ വളരെ 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 കുറവാണ്. നിങ്ങളുടെയൊക്കെ നയങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അന്നത്തെ കാലത്ത് കോൺഗ്രസ് ഒരു മുഖ്യ ശത്രുവായിരിക്കുമ്പോൾ ചില തന്ത്രങ്ങളും അടവ് നയങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകും. അടിസ്ഥാനപരമായി CPM-ന്റെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വവാദത്തിന് എതിരാണ്, നിങ്ങൾ മൃദു ഹിന്ദുത്വവാദികളാണ് എന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു. അത് അവർ തന്നെ പറയുന്നതല്ലേ. പിന്നെ അത് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി അവിടെ പോയി സമരം ചെയ്തില്ല? എപ്പോഴാണ് സമരം ചെയ്തത്? കേരളത്തിലെ സാമ്പത്തിക സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായി, ശമ്പളം കൊടുക്കാൻ പറ്റാതെ, പെൻഷൻ കൊടുക്കാൻ പറ്റാതെ, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോയി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യാൻ പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. നവകേരള സദസ്സിൽ ഉടനീളം പറഞ്ഞു 57,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തുകൾ ഉൾപ്പെടെ ഉള്ള കേരളത്തിൻ്റെ കണക്കുകൾ മുഴുവൻ ഞങ്ങൾ സ്റ്റഡി ചെയ്തു. കാരണം ഞങ്ങളിത് 2020 മുതൽ പറയുന്നതാണ്. ഇനി സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ നവകേരള സദസ്സിൽ പുരപ്പുറത്ത് കയറിയെന്ന് പ്രസംഗിച്ച ഈ 56,700 കോടി എന്നുള്ള വാക്കുപോലും ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കടമെടുപ്പിന് ഒന്നും കൂടി അനുവദിക്കണം, കടമെടുക്കാൻ ഒന്നും കൂടി അനുവദിക്കണം എന്ന് മാത്രമാണ് ഡൽഹിയിൽ പോയി പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി ഒരു ഭയത്തിന് അടിമയാണ്. ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ എക്സാലോജിക്ക് പോലുള്ള ഇഷ്യൂവിൽ ഏത് സമയത്ത് വേണമെങ്കിലും വീണയ്ക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം. ആ രീതിയിൽ ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും എക്സാലോജിക്കിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും വ്യക്തിപരമായി കുടുംബപരമായി പിണറായി ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ? അത് പാർട്ടിക്കൊരു ബാധ്യതയാവുന്നുണ്ടോ? അതാണ് പാർട്ടിയുടെ ഒരു മെല്ലപ്പോക്കിലേക്ക് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതാണല്ലോ ഞങ്ങളുടെ പോയിന്റ്. അതല്ലേ, ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത്. ഇപ്പോൾ പേടിച്ചാണ് ഭരിക്കുന്നത്. കാരണം ഈ കേന്ദ്ര ഏജൻസികൾ ഏതു ദിവസവും കടന്നു വരുമോ എന്നുള്ള ഭീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ ധാരണ എന്ന് പറഞ്ഞാൽ ഏത് മണ്ഡലങ്ങൾ ഞാൻ പറയാം. ഇപ്പം തൃശ്ശൂർ ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂരിൽ എന്താണ് ED ചെയ്തത്? ED ചെയ്തത് അറിയപ്പെടുന്ന CPM നേതാക്കളെ മുഴുവൻ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പല പ്രാവശ്യം വിളിച്ചു, ചോദ്യം ചെയ്തു. ഇപ്പം അറസ്റ്റ് ചെയ്യുന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി. അറസ്റ്റ് ചെയ്തില്ല. അതങ്ങനെ കാരണം പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ CPM-നെതിരായിട്ടുള്ള ഒരു EDയുടെ നീക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യേണ്ടത് കോൺഗ്രസിനല്ലേ. കാരണം വെച്ചാൽ BJPക്ക് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ ഹൈപ്പ് ഉണ്ടായി. സുരേഷ് ഗോപി വന്നിട്ട് ആ ഹൈപ്പൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കരുവന്നൂർ വിഷയം വന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവായി മാറുന്നത് കോൺഗ്രസ് ആയിരിക്കും. അവർ ചെയ്യുന്നില്ലല്ലോ. അവർ ചെയ്താലാണ് ഞങ്ങൾ ഗുണഭോക്താക്കളാകുന്നത്. അവരിപ്പോൾ ചെയ്യുന്നില്ല. ചെയ്യാതെ CPM-ൻ്റെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ് തൃശ്ശൂരിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP ഒരുപക്ഷെ കേരളത്തിൽ 2ാം സ്ഥാനത്ത് ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനേക്കാൾ ശക്തമായ നടപടി മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ഇവർക്കെതിരെ ചെയ്തേനെ. ഇവിടെ BJP 2ാം സ്ഥാനത്തല്ല, 3ാം സ്ഥാനത്ത് പോലും ഇല്ല. വലിയ ഡിഫറൻസിലാണ്. പിണറായി വിജയൻ അടക്കമുള്ള CPM നേതൃത്വത്തെ
കുറ്റക്കാരാക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാ? അത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആണ്. അതെ. അതുകൊണ്ട് അവർ